അഷിൻ, ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത്. അതായത് ഈ വെളിപ്പെടുത്തൽ ഉണ്ടായപ്പോൾ തന്നെ ഈ പെൺകുട്ടി പറഞ്ഞിരുന്നു ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്നുള്ളത്. അത് ഒന്നൊന്നായി അന്വേഷണ സംഘത്തിന് മുന്നിൽ അവർ പറഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സായി, ഈ ഒരു സംഭവത്തിൽ അന്വേഷണത്തിന്റെ വേഗത കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ ആരോപണങ്ങൾ മാത്രമായിരുന്നത് ഇപ്പോൾ നിയമ നടപടിയിലേക്ക് നീങ്ങുന്നു. പരാതികളായി തന്നെ ലഭിച്ചിരിക്കുന്നു. പോലീസ് അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നടൻ സിദ്ദിഖിനെതിരായ ഈ യുവനടിയുടെ പരാതിയിൽ ഈ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല, നാളെ ഈ യുവനടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. ഈ തിരുവനന്തപുരം കോടതിയിൽ വനിതാ മജിസ്ട്രേറ്റാണ് മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇന്ന് നടിയുടെ മൊഴി മ്യൂസിയം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. മൊഴിയെടുപ്പ് ഏതാണ്ട് 3 മണിക്കൂർ നീണ്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 12 മണിക്ക് ആരംഭിച്ച മൊഴിയെടുപ്പ് അവസാനിച്ചത് 3 മണിക്ക് ശേഷമാണ്. വീട്ടിലായിരുന്നില്ല, മറിച്ച് നഗരത്തിൽ തന്നെയുള്ള വനിതകൾക്ക് വേണ്ടിയുള്ള സഖി ഓഫീസ് ആസ്ഥാനത്തായിരുന്നു ഈ മൊഴിയെടുപ്പ് നടന്നതും. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ SI ആയ ആശ ചന്ദ്രനാണ് ഈ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അവർ മ്യൂസിയം സ്റ്റേഷനിലെ SI കൂടിയാണ്. ഇവർ അന്വേഷണ സംഘത്തിൻ്റെ കൂടി ഭാഗമാണ്. ഇന്ന് രാവിലെ സിദ്ദിഖിനെതിരെ ഈ മ്യൂസിയം പോലീസ് ബലാത്സംഗ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. 7 വർഷം കഠിന ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് സിദ്ദിഖിനെതിരെ ചുമത്തിയിട്ടുള്ളത്. നടിയുടെ മൊഴിയിൽ സിദ്ദിഖിനെതിരെ ഗുരുതര പരാമർശങ്ങളുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ക്രൂരമായ ബലാത്സംഗ വിവരങ്ങൾ ഈ മൊഴിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2016 മസ്കറ്റ് ഹോട്ടലിൽ വെച്ചായിരുന്നു പീഡനമെന്നാണ് യുവനടി പരാതിയിൽ പറയുന്നത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തായിരുന്നു പീഡനം എന്നുള്ളതാണ് ഇതിൽ മറ്റൊന്ന്. നീള തിയേറ്ററിൽ സിദ്ദിഖിൻ്റെ ഒരു സിനിമയുടെ പ്രിവ്യൂവിന് വന്നപ്പോഴാണ് സിദ്ദിഖിനെ കണ്ടതെന്നും ഇതിനുശേഷം സിനിമാ ചർച്ചകൾക്കായി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തുവെന്നാണ് ഈ യുവനടി മൊഴി നൽകിയിട്ടുള്ളത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇനി കൂടുതൽ തെളിവുകളും സാക്ഷിമൊഴികളും പോലീസ് ശേഖരിക്കും. അതായത് ഇനി അങ്ങോട്ട് അതിവേഗത്തിലുള്ള ഒരു അന്വേഷണത്തിനാണ് സാധ്യത എന്നുള്ളതാണ്. ഈ മറ്റൊന്ന്, യുവനടിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കി എന്നുള്ളതാണ്. മസ്കറ്റ് ഹോട്ടലിനോട് രേഖകൾ ഹാജരാക്കാനും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവം നടന്ന ദിവസത്തെ രേഖകൾ ഹാജരാക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. പക്ഷേ മറ്റൊന്ന്, ഇത് 2016 ആണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്തെ രേഖകൾ ഈ മസ്കറ്റ് ഹോട്ടലിന് കൈവശമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. CCTV ദൃശ്യങ്ങൾ, ഇനി അന്നത്തെ CCTV ദൃശ്യങ്ങൾ ഉണ്ടാകുമോ, രജിസ്റ്ററുകൾ ഉണ്ടാകുമോ, അങ്ങനെ പലവിധ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അതായത് ഇതിപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള മൊഴി കിട്ടി എന്നതിനപ്പുറം പോലീസിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി ഇതിന്റെ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് കൂടിയാണല്ലോ. അപ്പോൾ അതിലേക്കായിരിക്കും ഇനി അന്വേഷണ സംഘം കടക്കാൻ പോകുന്നതല്ലേ? സായി, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. കാരണം 2016 നടക്കുന്ന ഒരു സംഭവം, അതിനുശേഷം ഇത് ആ ഒരു സമയത്ത് പരാതികളോ അല്ലെങ്കിൽ മറ്റ് ആരോപണങ്ങളോ ഒന്നും തന്നെ ഉയർന്നു വരുന്നില്ല. പിന്നീട് ഇപ്പോഴാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒന്നിന് പിറകെ ഒന്നായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, പ്രമുഖ നടന്മാർക്ക് എതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നത്. ആ കൂട്ടത്തിൽ വന്നതാണ് ഈ ഒരു ആരോപണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസിന് മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതിനിടെ നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി എന്നൊരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ പരാതിക്കാരിയെ 2016 താൻ കണ്ടുവെന്ന് സിദ്ദിഖ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ പരാതിക്കാരിക്കെതിരെ സിദ്ദിഖ് ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതായത് തനിക്കെതിരെ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ നടി പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് സിദ്ദിഖിൻ്റെ ഒരു വാദം. ഈ ഒരു പരാതി കൂടി നിലനിൽക്കവെയാണ് ഇപ്പോൾ DGPക്ക് ഈ യുവനടി ഇന്നലെ പരാതി നൽകുന്നത്. പിന്നാലെ DGP പ്രത്യേക അന്വേഷണ സംഘം മുഖേന ഈ സംഭവം നടക്കുന്ന ഈ മസ്കറ്റ് ഹോട്ടൽ സ്റ്റേഷൻ പരിധിയിൽ വരുന്ന മ്യൂസിയത്തിലേക്ക് കൈമാറുന്നു. മ്യൂസിയം സ്റ്റേഷനിലെ തന്നെ SI ആയിട്ടുള്ള ആശാ ചന്ദ്രൻ ഇത്തരത്തിൽ ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാകും ഇനി തുടർന്നുള്ള നടപടികൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ മൊഴിയിൽ സിദ്ദിഖിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. താൻ നേരിട്ട അതിക്രൂര പീഡനത്തെക്കുറിച്ച് പെൺകുട്ടി വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 3-3.5 മണിക്കൂറോളം ഈ മൊഴിയെടുപ്പ് നീണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മാത്രമല്ല, നാളെ ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട്. മജിസ്ട്രേറ്റിന് മുന്നിലാകും ഈ നടി മൊഴി നൽകുക. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ക്രൂരമായ ബലാത്സംഗം നടന്നിട്ടുണ്ടെന്നാണ് ഇരയുടെ മൊഴിയുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു അറസ്റ്റിനുള്ള സാധ്യതയുണ്ടോ? സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ? റോഷി, നിലവിൽ പരമാവധി
തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസിന് മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ ഈ യുവനടി ആദ്യം ആരോപിച്ചിരുന്നത് ഈ പരാതി അല്ലെങ്കിൽ ഈ ഒരു പീഡനം നടക്കുമ്പോൾ താൻ പ്രായപൂർത്തിയായിരുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ നൽകിയിട്ടുള്ള ഈ പരാതിയിൽ പോക്സോ വകുപ്പുകൾ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക, അന്വേഷണം വേഗത്തിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് 2016 നടക്കുന്ന ഒരു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് 2016 അതിനുശേഷം ഈ ഒരു ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പരാതി ലഭിക്കുന്നതും പരാതിയുമായി ഈ യുവനടി തന്നെ രംഗത്തെത്തുന്നതും. അതുകൊണ്ട് തന്നെ പ്രഥമദൃഷ്ടിയായുള്ള തെളിവുകൾ ശേഖരിക്കുക, ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക, ഇവരിൽ നിന്ന് കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് മുന്നോട്ട് ഈ കേസുമായി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് നീങ്ങുന്നത്. പരമാവധി തെളിവുകൾ ശേഖരിക്കുക, ഈ യുവനടിയുടെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക, ആളുകളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക. അങ്ങനെ അതുമായി മുന്നോട്ട് പോയി കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന് ശേഷം ഒരു അറസ്റ്റ് എന്നുള്ള കാര്യത്തിലേക്ക് നീങ്ങാം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, ഈ സിദ്ദിഖ് നൽകിയിട്ടുള്ള പരാതിയിലും സമാനമായ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കാരണം തനിക്കെതിരായ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു പരാതി ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് സിദ്ദിഖ് ആരോപിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ നേരത്തെ DGPയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ DGP അറിയിച്ചിരുന്നത് ആരൊക്കെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, ഈ പ്രത്യേകം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ ഈ അന്വേഷണ സംഘം തന്നെ വിളിച്ച് അവരോട് പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണോ എന്ന് ചോദിച്ച് കേസടക്കം അവരുടെ മൊഴി രേഖപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. 4 വനിതാ IAS ഓഫീസേഴ്സ് ആയിരിക്കും ഈ ഒരു അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുക. ഈ പരാതികൾ പ്രത്യേകം അന്വേഷണ സംഘങ്ങളെ നിയോഗിക്കാനും DGP ഇത്തരത്തിൽ അനുമതി നൽകിയിട്ടുണ്ട്. എന്തായാലും കാര്യങ്ങൾക്ക് വേഗത കൂടുകയാണ്. അതായത് സിദ്ദിഖ് പറഞ്ഞതുപോലെ ഗൂഢാലോചന സിദ്ധാന്തത്തിൽ പോലീസ് ഒതുങ്ങുന്നില്ല. പോലീസ് ഇന്ന് മണിക്കൂറുകളോളം ഈ പരാതിക്കാരിയിൽ നിന്ന് മൊഴിയെടുത്തു. അവർ ഈ മൊഴിയിൽ ഉറച്ചു നിന്നു എന്ന് മാത്രമല്ല, കുറെ കൂടി ഗൗരവമുള്ള കാര്യങ്ങൾ, ഗൗരവമുള്ള പരാതികൾ ഇപ്പോൾ പോലീസിന് മുന്നിലേക്ക് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള പണി പോലീസിനാണ് ഇത് തെളിയിക്കുക എന്നുള്ളത്. അതിനായിട്ടുള്ള നെട്ടോട്ടത്തിലായിരിക്കും ഇനി പോലീസ്. ഇപ്പോൾ രഹസ്യമൊഴിയടക്കം രേഖപ്പെടുത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ വലിയ ഗൗരവത്തിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയാണ് അല്ലേ? സായി, അങ്ങനെ തന്നെ മനസ്സിലാക്കണം. കാരണം ഈ പെൺകുട്ടി, ഈ യുവനടി ആദ്യം പറഞ്ഞിരുന്നത് താൻ പരാതിയുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം തനിക്ക് എപ്പോൾ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുവോ ആ സമയത്ത് പരാതിയുമായി മുന്നോട്ട് പോകും എന്നാണ് യുവനടി പറഞ്ഞിരുന്നത്. പക്ഷേ അന്നു മുതൽ തന്നെ ഈ യുവനടി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സിദ്ദിഖ് ഒരു മനുഷ്യനല്ല, ഒരു വേട്ടക്കാരനാണ്, ഒരു ചെന്നായിയാണ് എന്നുള്ള കാര്യമാണ് ഈ യുവനടി പറഞ്ഞിരുന്നത്. ഇദ്ദേഹത്തെ സിനിമയിൽ തന്നെ നിന്ന് വിലക്കണം, അമ്മ നേതൃത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചാൽ മാത്രം പോരാ, സിനിമയിൽ അദ്ദേഹത്തെ വിലക്കണം, അദ്ദേഹത്തിന് 1000 പേര് ഇത്തരത്തിൽ അവസരം നൽകാനുണ്ട്, അത് പാടില്ല എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു ആദ്യം മുതൽ തന്നെ ഈ യുവതി ഉന്നയിച്ചിരുന്നത്. ഏതാണ്ട് അക്ഷരാർത്ഥത്തിൽ അതേ കാര്യം തന്നെയാണ് പോലീസിന് മുന്നിൽ പെൺകുട്ടി അല്ലെങ്കിൽ ഈ ഒരു യുവനടി പരാതിയായി നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ മൊഴിയായി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം അതിക്രൂരമായ പീഡനത്തിന് താൻ ഇരയായി എന്ന് തന്നെയാണ് പെൺകുട്ടി ഉറപ്പിച്ചു പറയുന്നതും. അത് തന്നെയാകും നാളെ ഈ രഹസ്യമൊഴിയിൽ പെൺകുട്ടി ആവർത്തിക്കുകയും ചെയ്യുക. ചിലപ്പോൾ ഒരു പക്ഷേ പോലീസിനോട് പറയാത്ത കാര്യങ്ങളും ഈ നാളെ രഹസ്യമൊഴിയിൽ പെൺകുട്ടി പറയാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു സംഭവവുമായി അന്വേഷണം നടക്കട്ടെ. ഈ പരാതിയിന്മേൽ മൊഴിയെടുക്കലും കൂടുതൽ അന്വേഷണത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ക്രൂരമായ ബലാത്സംഗമാണ് നടന്നിട്ടുണ്ടെന്ന ശക്തമായ മൊഴിയാണ് സിദ്ദിഖിനെതിരെയുള്ളത്. അത് മാത്രമല്ല റോഷ്നി, ഇപ്പോൾ നാളെ രഹസ്യമൊഴി കൂടി നൽകാൻ പോവുകയാണ്. അശ്വിൻ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ പോലീസിന് കൊടുത്തതിൽ കൂടുതൽ മൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ കൂടി യുവതി പറയുകയാണെങ്കിൽ അത് സിദ്ദിഖിന്റെ കുരുക്ക് കൂടുതൽ മുറുക്കുകയാണ്. നിർണായകമായിരിക്കും.